നമ്മളതിനെ അടച്ചു പൂട്ടി വെച്ചിരിക്കുകയാണ്. എല്ലാ കുട്ടികളും ജനിക്കുമ്പോൾ ഈ ഒരു ചോദ്യത്തോടു കൂടിയാണ് ജനിക്കുക. പക്ഷെ അവിടത്തേക്ക് എത്തിക്കാൻ വേണ്ടി രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഇനി രാമകൃഷ്ണൻ മാത്രമല്ല, രാമകൃഷ്ണനും വിവേകാനന്ദനും 6 കൊല്ലം മാത്രമേ കൂടി ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ശാരദമാത ഉണ്ടായിരുന്നു. നമുക്ക് ഓരോരാളെയും നോക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ശങ്കരാചാര്യർ പോലും ഗുരുവിനെ വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ വളർന്ന് കുറേ ചോദ്യങ്ങൾ ചോദിച്ചേനെ. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പം എന്നോട് ചോദിക്കുന്ന ചോദ്യം നമ്മൾ പലരോടും ചോദിക്കാൻ തുടങ്ങിയേനെ. അങ്ങനെ നമ്മൾ കണ്ടെത്തുന്നതാണ് യഥാർത്ഥ ജീവന്റെ പൊരുൾ. ഡോക്ടർ TPS, എന്താണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ പൊരുൾ? അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് നമ്മൾ ഈ ജീവനെ കണക്ട് ചെയ്ത് പറയുമ്പോൾ ഉള്ള ഒരു വൺനെസ്, പ്രകൃതിയുമായിട്ടുള്ള ഒരു വൺനെസ് എന്താണ് ശരിക്കുന്നത്? ഈ തോന്നൽ, ഈ ചോദ്യം, ഒറ്റ ഉത്തരത്തിൽ തീർന്നു. ഈ ചോദ്യം, ഈ അറിവ്, ഈ തോന്നൽ, അതാണ് ഇപ്പൊ ചോദിക്കുന്നത്. മനുഷ്യന്റെ ഒരു പൊരുളാണല്ലോ, മൃഗങ്ങളുടെ അല്ലല്ലോ. അല്ലാതെ ചെടികളുടെയും ബാക്കി ജന്തു ജീവജാലങ്ങളെയും ഭൂതങ്ങളുടെയും ഒന്നും അല്ലല്ലോ ഇപ്പൊ ചോദിച്ചത്, മനുഷ്യന്റെ ആണ്. അപ്പോൾ ഓരോ ജീവിക്കും അതിൻ്റെ പൊരുൾ വ്യത്യാസമുണ്ട്. ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൊരുളെന്ന് പറയുന്നത് അത് ജീവിക്കുന്ന സ്ഥിതിയിൽ അതിന് നന്നായിട്ട് പൂക്കൾ ഉണ്ടാക്കാൻ സാധിക്കുക, പൂക്കൾ ഉണ്ടാക്കുകയാണെങ്കിൽ, ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ സാധിക്കുക. അങ്ങനെ അതിൻ്റെ എക്സ്ട്രീം എൻഡിലേക്ക് ഏറ്റവും നേന്മയുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ പൊരുൾ. ഒരു മൃഗത്തിനാണെങ്കിൽ ആ മൃഗത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ പൊരുൾ. ഒരു വിത്തിനാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. എങ്ങനെയാണ് ഒരു വിത്ത് ഒരു ചെടിയായിട്ട് മാറുക? അതിനെ പഞ്ചഭൂതാത്മകമാക്കുമ്പോൾ, പ്രകൃതിയിൽ ലയിക്കുമ്പോൾ, ഏറ്റവും നല്ല ഒരു ചെടിയെ, ഏറ്റവും നല്ലൊരു മൃഗത്തെ, ഏറ്റവും നല്ലൊരു വിത്തിനെ നമ്മൾ അടച്ചു പൂട്ടി ഇതൊന്നും പുറത്തേക്ക് വിടാതെ കൂട്ടിൽ വെച്ചാൽ എന്ത് പറ്റും? അതൊക്കെ ചത്തുപോകും. അതിൻ്റെ ഒരു ഗുണവും കാണിക്കില്ല. ചെടിക്ക് വളരാൻ പറ്റില്ല, മൃഗം ചത്തുപോകും, വിത്ത് വളരില്ല. അപ്പോൾ അതിനെ പ്രകൃതിയിൽ ചേർക്കുമ്പോഴാണ്, അത് പഞ്ചഭൂതാത്മകമാവുമ്പോഴാണ്, 5 എലമെൻറ്റഡ് ഇൻക്ലിനേഷൻ ഉള്ളപ്പോൾ, ഓറിയൻറ്റേഷൻ ഉള്ളപ്പോൾ 5 എലമെൻറ്റ്സിൽ ചേരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ പൊരുൾ മനസ്സിലാവുക. അപ്പോൾ മനുഷ്യൻ എന്നുള്ളൊരു ജീവിക്ക് ഏറ്റവും നല്ല പൊരുൾ അറിയണമെങ്കിൽ ഈ പഞ്ചഭൂതാത്മകമായ എൻ്റെ ജീവിതത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം. എന്താണ് പഞ്ചഭൂതാത്മകം? ഞാൻ എന്ന വ്യക്തിയിൽ ഈ ശരീരത്തിന് യാതൊരു നിലനിൽപ്പും ഇല്ല. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കുറേ എലമെൻറ്റ്സ് കൂട്ടിയിട്ടാണെന്ന് അറിയാം. അപ്പോൾ എൻ്റെ ശരീരത്തിന് പ്രാധാന്യമുണ്ടോ? ഒരു പ്രാധാന്യമില്ല. അതിൽ ജീവൻ എന്ന് പറയുന്നത് ഒരു ഊർജ്ജമാണ്. ആ ഊർജ്ജത്തെ പൂർണ്ണമായിട്ടും ഞാൻ എങ്ങനെ ഉപയോഗിക്കും? അത് സമൂഹത്തിന് ഗുണം ചെയ്യുന്ന, കാരണം ഈ മനുഷ്യൻ എന്നുള്ള രൂപത്തിന് ഒരു ജീവിക്കും, ഒരു പ്രാണിക്കും, ഒരു ചെടികൾക്കും ഒരു ഗുണമില്ലാത്തൊരു ജീവിയാണ്. അപ്പം എൻ്റെ പൊരുൾ എന്താവണം? എന്നെപ്പോലെയുള്ള കുറച്ച് മനുഷ്യന്മാർക്കെങ്കിലും ഗുണം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക. ആ കർമ്മം ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിന് പൂർണ്ണമായിട്ടും ഒരു പൊരുളുണ്ടായി, ഒരു ഗുണമുണ്ടായി, ഒരു തത്വമുണ്ടായി. അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജന്മത്തിൻ്റെ ഏറ്റവും വലിയ കർമ്മം. അത് ചെയ്യുമ്പോഴാണ് എൻ്റെ ജന്മം, എൻ്റെ ജീവിതം, എൻ്റെ ഊർജം ഒക്കെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുക. അപ്പം ഞാൻ ചെയ്യേണ്ടത് എനിക്ക് ചുറ്റുമുള്ള, എനിക്ക് സഹായിക്കാൻ പറ്റുന്ന കുറേ മനുഷ്യന്മാരെയെങ്കിലും ആ ചോദ്യങ്ങളിലേക്കെങ്കിലും എത്തിക്കാൻ കൊണ്ടുവരാം. കാരണം അത് മനുഷ്യൻ്റെ ഏക കഴിവാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഒരു ചോദ്യകർത്താവ് ആകാൻ പറ്റില്ലല്ലോ. അത് പറ്റും. ആ സത്സംഗം ഉണ്ടായാൽ പറ്റും. നമുക്ക് ഏറ്റവും അത്യാവശ്യം എല്ലാ മനുഷ്യന്മാർക്കും ജന്മം കൊണ്ട് ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നൊരു സാധനം, ഒരു സിറ്റി നമ്മളിലൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ ആ സിറ്റി ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മളതിനെ അടച്ചു പൂട്ടി വെച്ചിരിക്കുകയാണ്. എല്ലാ കുട്ടികളും ജനിക്കുമ്പോൾ ഈ ഒരു ചോദ്യത്തോടു കൂടിയാണ് ജനിക്കുക. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഓരോ സാധനം കാണുമ്പോൾ അതെന്താ, ഇതെന്താ, അതെന്താ, ഇതെന്താ എന്ന് തൊട്ട് കാണിച്ചിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ മുഖത്ത് നോക്കിയിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പം ഇതെന്താ അമ്മേ, ഇതെന്താ അച്ഛ, അതെന്താ അങ്ങനെ, ഇതെന്താ അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞ സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ സിറ്റുവേഷനും ഒക്കെ നമ്മളോട് ഇതൊന്നും ചോദിക്കരുത് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങി. അത് ചോദിക്കേണ്ട കാര്യമില്ല. അതെന്താ കാരണം വെച്ചാൽ അവർക്ക് ഉത്തരം അറിയാത്തതുകൊണ്ടാണ് അല്ലേ. ഇനി ഇതെന്തായാ നിങ്ങൾക്ക് എന്താന്ന് ചോദിക്കും. അങ്ങനെ നമ്മളെ പഠിപ്പിച്ച് നിർത്തിയത് കൊണ്ട് നമ്മൾ ഈ ക്യൂരിയോസിറ്റി ഇല്ലാണ്ടായി. അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് നല്ല സാഹചര്യവും അങ്ങനെയുള്ളൊരു സത്സംഗം ഉണ്ടെങ്കിൽ നമ്മൾ വളർന്ന് കുറേ ചോദ്യങ്ങൾ ചോദിച്ചേനെ. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പം എന്നോട് ചോദിക്കുന്ന ചോദ്യം നമ്മൾ പലരോടും ചോദിക്കാൻ തുടങ്ങിയേനെ. അങ്ങനെ നമ്മൾ കണ്ടെത്തുന്നതാണ് യഥാർത്ഥ ജീവന്റെ പൊരുൾ. അപ്പോൾ അത് ഒരു അടിച്ചമർത്തലല്ലേ? അല്ല, ഈ ഫ്രീഡം ഇല്ലായ്മയാണ്. ചോദ്യമില്ലായ്മ ഫ്രീഡം ഇല്ലായ്മയാണ്.
ചോദ്യം ചോദിക്കാത്തത് എന്താ? ഫ്രീഡം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അതെന്താണ്, എന്തിനാ ഇപ്പം അതിനോട് അറിയുന്നത്, നിങ്ങൾ മിണ്ടാണ്ടിരിക്കാൻ പറയും. ആ സ്വഭാവത്തിലേക്ക് നമ്മൾ മാറിപ്പോയതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ കിട്ടുന്ന എല്ലാ അറിവുകളും നമ്മളിപ്പോൾ ഓരോ കാര്യത്തിനും കാരണം കണ്ടിട്ടാണ് ചെയ്യുന്നത്. ബുക്ക് വായിക്കുന്നത് എന്തിനാ അത് വായിക്കണേ, അതുകൊണ്ട് എന്താ ഗുണം, അങ്ങനെ തോന്നാൻ തുടങ്ങി. അതില്ലാത്തടത്ത് മാത്രമേ ക്രിയേറ്റിവിറ്റി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ക്രിയേറ്റിവിറ്റിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഫ്രീഡമാണ്. ഒരു ഫ്രീഡം ഇല്ലാത്തൊരു മനസ്സിനോട് നിങ്ങൾ ക്രിയേറ്റീവ് ആവാൻ പറഞ്ഞാൽ അവർക്ക് പറ്റില്ല. എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ കവികളും ഒന്നുകിൽ അവരുടെ ക്രിയേറ്റിവിറ്റിയെ വല്ലാതെ സപ്രസ് ചെയ്യുന്ന സമയത്ത് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ് കവിത, അല്ലെങ്കിൽ എല്ലാ ഫ്രീഡവും കൊടുത്തിട്ട് അയാൾ ആ ഒരു അവസ്ഥയിൽ എഴുതുന്ന ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റിൽ എഴുതുന്നതാണ് കവിത. ഇത് രണ്ടും ആവാം. ആ രണ്ട് കവിതകളും വ്യത്യാസമാണ്. അതിലേറ്റവും ഗുണം ചെയ്യുന്നത് ഈ സപ്രസ് ചെയ്തിട്ട് എഴുതുന്ന കവിതകളൊക്കെ നെഗറ്റീവാണ്. ഹൈലി ഫ്രീഡത്തോടു കൂടി എഴുതുന്നതൊക്കെ പോസിറ്റീവാണ്. അപ്പോൾ അത്തരം കവിതകളാണ് നമുക്കുണ്ടാവേണ്ടതും, അത്തരം കഥകളാണ് നമുക്കുണ്ടാവേണ്ടതും, അത്തരം ചിന്തകളാണ് നമുക്കുണ്ടാവേണ്ടതും. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഹിസ്റ്ററിയൊക്കെ നോക്കിയാൽ അറിയാം, ഒരു ഗുരു ഉണ്ടായിരുന്നു. ആ ഗുരുവിനോട് നമുക്ക് ഈസി ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഗുരു അതിനുള്ള വ്യക്തമായ ഉത്തരങ്ങളും തരുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഗുരുക്കന്മാർ കുറവാണ്. ഇന്ന് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അതിൽ ഫേക്കാണ് ഏറ്റവും കൂടുതൽ. നമുക്കില്ലാത്തതുകൊണ്ടല്ല. ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ഗുരുക്കന്മാരുണ്ട്, എത്രയോ ആൾക്കാർ അവർ സെൽഫായിട്ട് ഞാനാണ് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളെന്ന് പറഞ്ഞ് നടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ നമുക്ക് കാണാം. അന്ന് അപ്രോച്ച് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇന്ന് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇന്നത്തെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഓരോരാളെയും തരംതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പണ്ട് കാലത്തും ഗുരുക്കന്മാർ ശിഷ്യന്മാരെടുത്തോ ശിഷ്യന്മാർ ഗുരുക്കന്മാരെടുത്തോ പോകുന്നത് അന്യോന്യം ടെസ്റ്റ് ചെയ്തിട്ടാണ്, അല്ലാതെ ക്യൂവിൻ്റെ വലുപ്പം കണ്ടിട്ടല്ല. ഇന്ന് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യൂവിൻ്റെ വലുപ്പം കണ്ടിട്ട് ആൾക്കാർ പോകുന്നു, അവിടെ പെട്ടുപോകുന്നു, പിന്നെ അതൊരു കൾട്ടായിട്ട് മാറുന്നു, അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാണ്ടിരിക്കുന്നു. അപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ അറിവുണ്ടാക്കാനുള്ള കുറേ ചോദ്യങ്ങൾ ഉണ്ടാവുക. അത് ബേസിക് ആയിട്ടുള്ള റഫറൻസ് ബുക്കുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ബുക്കുകളാണ് നമ്മൾ വായിക്കേണ്ടത്, ഏതൊക്കെ അറിവുകളിൽ നിന്നാണ് പകർത്തേണ്ടത്, നിങ്ങളുടെ ട്രഡീഷൻ എന്താണെന്നും കൂടി ചോദിക്കണം. ഇപ്പം നമ്മളൊക്കെ ആരെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ചോദിക്കുക, സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യ പര്യന്ത വന്ദേ ഗുരു പരമ്പര എന്ന് പറയും. അവസാനം വരുന്ന എൻ്റെ ഗുരുവിൻ്റെ ആരാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ബ്രഹ്മശ്രീ KPC അഞ്ചമ്പട്ടതിരിപ്പാടാണ് ഞാൻ പഠിപ്പിച്ചതും. ഞാൻ വാസ്തു പഠിച്ചത് പയ്യന്നൂർ കേശവാചാര്യരുടെ അടുത്ത് നിന്നാണ്. എൻ്റെ സമാധി പഠിച്ചിട്ടുള്ളത് പിന്നെ സ്വാമി രാമ ട്രഡീഷനിലാണ്. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുമ്പോഴാണ് അവരുടെ ട്രഡീഷനിൽ പെട്ടിട്ടുള്ള ഒരാളാണ് എന്ന് അറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ. ആ ധൈര്യമില്ലാതെ ഫേക്ക് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾ ആരാ ഗുരു എന്ന് വെച്ചാൽ അതൊന്നും ഞാൻ പറയില്ല, കാരണം അവർക്ക് പറയാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം ഇല്ല. നമ്മളെപ്പോഴും അങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്കൊരു ഒരു ലൈവായിട്ടുള്ള ഗുരുവാണോ അതൊരു ആസ്ട്രൽ ഗുരുവിന്റെ ആവശ്യം? രണ്ടും ആവശ്യമാണ്. എന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്, രണ്ടും ആവശ്യമാണ്. നമുക്ക് ലോകത്തിലുള്ള പല ജ്ഞാനങ്ങളും ഉണ്ടാവും, ആ ലൈബ്രറിയിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ഇപ്പം സ്വാമി വിവേകാനന്ദൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും രാമകൃഷ്ണൻ പഠിപ്പിച്ചത് മാത്രമൊന്നും അല്ല, പക്ഷെ അവിടത്തേക്ക് എത്തിക്കാൻ വേണ്ടി രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഇനി രാമകൃഷ്ണൻ മാത്രമല്ല, രാമകൃഷ്ണനും വിവേകാനന്ദനും 6 കൊല്ലം മാത്രമേ കൂടി ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ശാരദമാത ഉണ്ടായിരുന്നു. നമുക്ക് ഓരോരാളെയും നോക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ശങ്കരാചാര്യർ പോലും ഗുരുവിനെ വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഓരോ വ്യക്തിക്കും സന്ദീപനുടെ അടുത്ത് പോയിട്ടാണ് കൃഷ്ണൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഭഗവാന്മാർക്ക് പോലും ഗുരുവിനെ സങ്കല്പിച്ചിട്ടുള്ള ഒരു ലോകത്ത് ഗുരുവിൻ്റെ പ്രത്യേകത നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ? കൃത്യമായിട്ട് സങ്കല്പിച്ചിട്ടുണ്ട്, ഇന്നാള് ഇന്നടുത്ത് പോയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് എല്ലാം പഠിച്ചോന്ന് വെച്ചാൽ ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ആ കണക്ടിവിറ്റി. ഞാനിപ്പോൾ ഒരു ചന്ദ്രനെ കാണാൻ, ചന്ദ്രൻ എവിടെയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു വിവരമില്ലാത്ത എനിക്ക് ആ 2 മരങ്ങളുടെ ഇടയിലൂടെ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്ന വെള്ള കളറുള്ള തിളങ്ങുന്ന സാധനമാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞു തരാൻ ഒരമ്മയുണ്ടാവണം, ഇനി പറഞ്ഞു തരാൻ ഒരു മാഷുണ്ടാവണം, പിന്നെ ആ ചന്ദ്രനിൽ എത്തിയിട്ട് റിസർച്ച് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടാവും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ അതിലേക്ക് നയിക്കാനുള്ള ഒരു പോയിന്ററാണ് ഈ പറയുന്ന ഗുരു എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചിന്തകളൊക്കെ വെച്ച് പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എടുത്ത് അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് അൺലിമിറ്റഡ് ആയിട്ട് വളർത്താൻ പറ്റുന്നവരാണ് ആ ഒരു ശിഷ്യൻ എന്നുള്ള ലെവലിൽ പിന്നെ അവർ ഗുരുക്കന്മാരായിട്ട് മാറുള്ളൂ. അതല്ലാതെ ഗുരു പറയുന്നത് മാത്രം കേട്ടിട്ടിരിക്കുന്നവർ ആ ലെവലിൽ നിന്ന് പിന്നെ അടുത്ത ലെവലിലേക്ക് പോവാതെ അവിടെ തന്നെ നശിച്ചു പോകും. എല്ലാവരും KG ലെവലിൽ മാത്രം ജീവിച്ചു പോകുന്ന കുറേ പേരെ കാണാം. എല്ലാവരും PG ലെവലിൽ എത്തില്ല. PG ഒക്കെ കഴിഞ്ഞ് PhD ഒക്കെ ചെയ്യുമ്പോഴാണ് ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയിട്ട് നമ്മൾ ഫിലോസഫറായിട്ട് മാറുന്നൊരവസ്ഥ വരിക. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, അങ്ങനെ ആവരുത്. അത് ഫേക്ക് PhD ആകുമ്പോഴാണ് ഏറ്റവും വലിയ കുഴപ്പം. അതുണ്ടാവരുത്. അപ്പോൾ എന്ത് ചെയ്യണം? ക്രമത്തിൽ പഠിച്ച് LKGയിൽ തന്നെ പഠിക്കുന്ന സമയത്ത് എനിക്ക് എല്ലാം അറിയാം,
ഞാൻ ബുക്ക് വായിച്ചോളാം എന്ന് ഒരു കുട്ടിയും പറയാറില്ലല്ലോ. അത് പഠിച്ച് കഴിയുന്ന സമയത്ത് ഒരു PG ഒക്കെ എത്തുന്ന സമയത്ത് എനിക്ക് എൻ്റെ മാഷയുടെ ആവശ്യമൊന്നുമില്ല, ഞാൻ പഠിച്ചോളാം എന്ന് പറയും. അപ്പോൾ KG to PG ആണ് ഗുരുവിൻ്റെ പണി. PG കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ സ്വന്തം ചെയ്തോളും എല്ലാ സംഭവങ്ങളും. അപ്പോൾ ഉണ്ടാവണം, ഇത് രണ്ടും ഉണ്ടാവണം. ആ സമയത്തൊക്കെ നമ്മൾ മനസ്സിലാവും ഇതിൻ്റെയൊക്കെ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് ഭൂമി, ആകാശം, വായു, ജലം, ഇതിലൊക്കെ നിബന്ധിതമായിട്ടുള്ള എൻ്റെ ശരീരത്തെക്കാളും കൂടുതൽ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള കുറേ കോൺഷ്യസ്നെസ്, ആ കോൺഷ്യസ്നെസ്സാണ് ലോകത്തിലുള്ള എല്ലാ പ്രകൃതിക്കുമുള്ളത്. ഈ ചെടിക്ക് പറഞ്ഞതും മൃഗത്തിന് പറഞ്ഞതും മനുഷ്യന് പറഞ്ഞതും എൻ്റെ കോൺഷ്യസ്നെസ്സാണ് അങ്ങയിലുമുള്ളത് എന്ന് ഞാൻ അറിയുന്ന ആ ഒരു അറിവ് എനിക്ക് കിട്ടുമ്പോൾ ഐ വിൽ സ്റ്റാർട്ട് ഷെയറിങ് എവരിതിങ് ടു എവരിവൺ. ആ അറിവിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ പ്രകൃതിയുമായിട്ട് ലയം പ്രാപിക്കുക. അതായത് ആ വണ്ണസ് എന്നുള്ളൊരു അറിവ്. അത് കിട്ടുന്ന സമയത്ത് എനിക്ക് എല്ലാ അറിവുകളും എളുപ്പം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ആ അറിവുണ്ടാവുകയാണ് ജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയ മനുഷ്യൻ്റെ പൊരുളെന്ന് പറയുന്നത്. ഏന കേന പ്രകാരേണ യസ്യ കസ്യാപി ദേഹിനഃ സന്തോഷം ജനയത് പ്രജ്ഞ തദൈവം ഈശ്വരപൂജനം. അങ്ങനെ ചെയ്യുന്ന ഈശ്വരപൂജ ഓരോ വ്യക്തിക്കും ഏത് തരത്തിൽ, എവിടെ, എങ്ങനെ, എന്ത്, ആരോട്, എപ്പോൾ, എന്ത് ചെയ്തിട്ടായാലും ഷെയർ ചെയ്യുകയും കെയർ ചെയ്യുകയും ലവ് ചെയ്യുകയും കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള മനുഷ്യരൂപത്തിലേക്ക് എത്തുന്നതും. അതല്ലെങ്കിൽ മനുഷ്യരൂപേണ മൃഗശ്ചരന്തി, മനുഷ്യനെ പോലും പോകുന്ന ഒരു മൃഗമായിട്ട് മാറും. പൊരുൾ അറിയില്ല. അങ്ങനെ അറിയാതെ പോകുന്ന കുറേ ജന്മങ്ങളുണ്ട്. ചില ജന്മങ്ങളൊക്കെ ഇതറിയുകയും അറിയിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തുന്ന മനുഷ്യനായിട്ട് മാറുന്നു. അതാണ് മനുഷ്യൻ. ആത്മീയത ഏറ്റവും കൂടുതൽ വളരുമ്പോഴാണ് ഫിസിക്കൽ അല്ല, ഇമോഷണൽ അല്ല, ഇൻ്റലക്ച്വൽ അല്ല, സോഷ്യൽ അല്ല, സ്പിരിച്വൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ആ ലെവലിലേക്ക് നമ്മൾ എത്തുക. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.